22-ലാണ് ഞാൻ സാറിൻ്റെ ഓഫീസിൽ ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ വന്ന സമയത്ത്. അപ്പോൾ സാറിന് ഇന്ന് അത്യാവശ്യം ചീത്തയൊക്കെ ആയിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് എല്ലാ തരത്തിലുള്ള കോടതികളിൽ പോയിട്ടാണെങ്കിലും നമുക്ക് വളരെ നല്ലൊരു എക്സ്പോഷർ കിട്ടിയത് അവിടെ ആദ്യം ജോയിൻ ചെയ്തിട്ടാണ്. സിവിൽ കാര്യങ്ങളിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്കൊരു പ്രോപ്പറായിട്ടൊരു അടിത്തറ കിട്ടണമെങ്കിൽ നല്ലൊരു ടീച്ചർ തന്നെ വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ടീച്ചറായിരുന്നു സാറ്. സാറിൻ്റെ കൂടെ നിന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പ്രൊഫഷനിൽ ഇപ്പോഴും നിൽക്കുമ്പോഴും ഇനിയും മുന്നോട്ട് പോകുമ്പോഴും വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ സാറിന് എൻ്റെ ഒരു വലിയ ആശംസകൾ നൽകുന്നു. ഇനിയും വളരെ ഭംഗിയായിട്ട് ഈ പ്രൊഫഷനിൽ മുന്നോട്ട് പോകുന്നതിന് താങ്ക് യു സർ. അങ്ങനെ ഫീഡ്ബാക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോഴും സാറിനെ മനസ്സിലാക്കി വരുന്നുള്ളൂ. കാരണം സാർ മോർ ഫിലോസഫിക്കലാണ്. നമുക്കൊരിക്കലും സാറിന് പിടിയിട്ടില്ല. അപ്പം സാർ എന്താണ് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇന്ന് മനസ്സിലാക്കുന്ന സാറായിരിക്കില്ല നാളെ. കാരണം ഒരിക്കലും നമ്മൾ വഴക്ക് പറയുകയോ മുഖം കറുപ്പിക്കുകയോ ചെയ്യില്ല. പക്ഷെ പറയാതെ തന്നെ നമുക്ക് വഴക്ക് പറഞ്ഞായിട്ടും തോന്നും, നമ്മളോട് ദേഷ്യമുള്ളതായിട്ടും തോന്നും. അപ്പോൾ വഴക്ക് പറയാതെ നമ്മളെ മനസ്സിലാക്കി നമ്മൾ ഫിലോസഫിക്കലി കൺട്രോൾ ചെയ്യുന്ന ഒരു മെൻറ്ററാണ് സാർ. അപ്പോൾ മനസ്സിലാക്കി വരുന്നു. BCയുടെ പാർട്ട് ടൈമിൽ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. ഞാൻ ഈ ജൂണിലാണ് എൻ്റെ ലീഗൽ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു 5 months ആയിട്ടേ ഉള്ളൂ. ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ഓഫീസ്. ആൻഡ് ആസ് എ ഫ്രഷർ എൽദോ സാറിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അറിയാൻ വയ്യാത്ത ഓരോ കാര്യം സാറ് പറഞ്ഞ് ഇങ്ങനെയാണ് നമുക്ക് പഠിക്കാനൊരു ചാൻസ് തരുന്നുണ്ട് സാറ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ എം എ പാർട്ട് ഓഫ് BC ഫാമിലി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. എല്ലാം പറഞ്ഞു കഴിഞ്ഞു നേരത്തെ തന്നെ. ഞാൻ ശ്രീകുമാർ സാറിന്റെ ഓഫീസിൽ ജോയിൻ ചെയ്തിട്ടൊരു 3-4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ ആ തരത്തിൽ സീനിയറാണ്. പ്രായം കൊണ്ട് ഞാനൊരു 1 വയസ്സ് 1.5 വയസ്സ് ജൂനിയറാണ്. ഇപ്പൊ ഞാൻ ശരിക്കും ജൂനിയറാണ്. കാരണം 31 കൊല്ലത്തോളം ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു, കോടതിയിലായിരുന്നു ജോലി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് റെസ്യൂം ചെയ്തേക്കാന്ന് വിചാരിച്ചു വന്നപ്പോൾ ഇങ്ങൾ പോരേന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയ ഒരാളാണ്. എല്ലാ ഭാവങ്ങളും ഇപ്പോഴും നല്ല ചെറുപ്പമായിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. അത് മതി, കൂടുതലൊന്നും വേണ്ട.